നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസ് ഓവർ നോൺ റെക്റ്റാങ്കുലർ റീജിയൻസിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസ് വിത്ത് നോൺ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് നോൺ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിൽ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ നടത്തുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ a to b ഇൻ്റഗ്രൽ g1 of x to g2 of x f of x y dy dx ഈ ഒരു ഫോമിലായിരിക്കും. അതല്ലെങ്കിൽ ഇൻ്റഗ്രൽ c to d ഇൻ്റഗ്രൽ h1 of y to h2 of y f of x y dx dy ഈ ഫോമിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ നടത്തുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരുന്നു, നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ നേരത്തെ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ ഫംഗ്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നുകിൽ എക്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ വൈയുടെ ഫംഗ്ഷൻ ആയിരിക്കും. ഇങ്ങനെ ഫംഗ്ഷൻസ് ആയിട്ട് വന്നാൽ നമ്മൾ ഏത് ഇൻ്റഗ്രേഷനാണ് ആദ്യം നടത്തേണ്ടത്? എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണോ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ആദ്യം നോക്കാം. ഇൻ്റഗ്രൽ a to b ഇൻ്റഗ്രൽ g1 of x to g2 of x f of x y dy dx. ഈ ഇൻ്റഗ്രൽ വാല്യൂ ഇവിടെ എക്സിൻ്റെ ഫംഗ്ഷനായിട്ടാണ് ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ഫംഗ്ഷനെ ആദ്യം ഏത് വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ എക്സിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a to b ഇൻ്റഗ്രൽ g1 of x to g2 of x f of x y dy dx എന്നായിരിക്കും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കണം ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഇൻ്റഗ്രൽ വാല്യൂ എക്സിൻ്റെ ടേംസിലുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ. ഓക്കെ, നോ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ c to d h1 of y to h2 of y f of x y dx dy ടൈപ്പാണ്. അതായത് ഇവിടെ വൈയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ഏത് വേരിയബിൾ വെച്ചിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ? എക്സിൻ്റെ വേരിയബിൾ വെച്ചിട്ട് വേണം, വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. h1 of y to h2 of y ആണെങ്കിൽ dx വേണം ആദ്യം ചെയ്യാൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ c to d ഇൻ്റഗ്രൽ h1 of y to h2 of y f of x y dx dy വിത്ത് റെസ്പെക്ട് ടു എക്സ് വേണം ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വൈയുടെ ഫംഗ്ഷൻ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡിൽ എപ്പോഴും എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. നമ്മൾ ഇൻ്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേരിയബിൾസിനെല്ലാം വാല്യൂസ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ലാസ്റ്റ് നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുക. ഔട്ട്സൈഡിൽ എപ്പോഴും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം, വേരിയബിൾസ് വരാൻ പാടില്ല. ഇനി ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് തന്നേക്കുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ ടേംസ് ഓഫ് വൈ ആണ് ആ ഇൻ്റഗ്രൽ വാല്യൂ തന്നേക്കുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ -x to x² y² x dy dx. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ തന്നേക്കുന്നത്. y² x dy dx എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ dx dy ആണോ dy dx ആണോ എന്ന് ആദ്യം നോക്കുക. dy dx ആണെങ്കിൽ അവിടുത്തെ ലിമിറ്റ് നോക്കുക. ഇവിടെ y ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് x ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങളിവിടെ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ dx dy എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ ലിമിറ്റ് എക്സിൻ്റെ ടേമിലും ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സും വെച്ചിട്ട് നമുക്ക് ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ dy dx എന്ന് അതിനെ എഴുതണം. അപ്പോൾ വൈയുടെ ലിമിറ്റ് ആയിരിക്കും നമുക്കിവിടെ തന്നേക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അങ്ങനെ തന്നേക്കാം. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ y ആയിരിക്കണം ഇവിടെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ ടേംസിലുള്ള ഫംഗ്ഷൻ ആയിരിക്കുമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു y ആയിരിക്കണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ -x to x² y² x dy dx. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് തന്നേക്കുന്നത്. dy dx എന്നുള്ള ഫോമിൽ തന്നെയാണ് തന്നേക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ എങ്ങനെ എടുക്കണം? കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 to 1 നെക്സ്റ്റ് y² x dy എന്നാണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണത്. അപ്പോൾ y² അതിൻ്റെ ഇൻ്റഗ്രൽ y³/3 അല്ലേ? y³/3 പിന്നെ ഒരു എക്സ് ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് എക്സ് എന്ന് തന്നെ എഴുതുക. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇവിടെ എന്താണ്? കഴിഞ്ഞ പ്രോബ്ലംസിലെല്ലാം നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയിരുന്നു. ഇവിടെ പക്ഷേ എക്സിൻ്റെ ടേമിലാണ് തന്നേക്കുന്നത്. ലോവർ ലിമിറ്റ് എക്സും അപ്പർ ലിമിറ്റ് x² ആണ്. വ്യത്യാസമൊന്നുമില്ല. അപ്പം വൈയുടെ പ്ലേസിൽ ഈ x² എടുക്കുക, വൈയുടെ പ്ലേസിൽ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സോൾവ് ചെയ്യുക. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ഓക്കെ, അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ വൈയുടെ പ്ലേസിൽ x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ x² (3) എന്ന് വരും അല്ലേ? വൈയുടെ പ്ലേസിലാണ് x² കൊടുക്കേണ്ടത്. ഇവിടെ y³ എന്നാണ്. അപ്പോൾ x² (3) ഓൾറെഡി അവിടെയുള്ള ഒരു എക്സ് ഉണ്ട്. ദെൻ /3
മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണ്ടേ. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ്. മൈനസ് എക്സ് ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 3 dx. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഡി എക്സ് ആണോ ഡി വൈ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ. സോ ഇൻറ്റഗ്രൽ 0 to 1 നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഫോം അല്ലേ. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നാണ് എന്താണ്? എ റേസ് ടു എം ഓൾ റേസ് ടു എൻ. എ റേസ് ടു എം എൻ അല്ലേ അല്ലേ. എ റേസ് ടു എം എൻ ആണ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 6 വരും അല്ലേ. എക്സ് റേസ് ടു 6 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോം അല്ലേ അവിടെ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമാണ്. അപ്പോൾ എന്ത് വരും? എ റേസ് ടു എം പ്ലസ് എൻ ആണ് അതിൻ്റെ ഇക്വേഷൻ അല്ലേ. അത് ഉപയോഗിച്ചിട്ട് മൊത്തം ഇവിടെ എത്ര വരും? അപ്പോൾ എക്സ് റേസ് ടു 6 ആദ്യം വന്നു ഇൻറ്റു എക്സ് റേസ് ടു 1 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സ് റേസ് ടു 7 എന്ന് നമുക്കിതിനെ എഴുതാം അല്ലേ. എക്സ് റേസ് ടു 7 ഡിവൈഡഡ് ബൈ 3 ദെൻ മൈനസ് എക്സ് ക്യൂബ് ഇൻറ്റു എക്സ്. ഇതേപോലെ തന്നെ ഇവിടെ മൈനസ് എക്സ് ക്യൂബാണ്. അപ്പോൾ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് തന്നെ വരും. ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് പിന്നെ എക്സ് റേസ് ടു 3 ഇൻറ്റു എക്സ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ. അതുപോലെ തന്നെ 3 + 1 എന്നുള്ള ഫോമിൽ അവിടെ തന്നെ അല്ലേ. 3 + 1 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ എക്സ് റേസ് ടു 4 വരും. എക്സ് റേസ് ടു 4 ഡിവൈഡഡ് ബൈ 3 അല്ലേ. ദെൻ ഡി എക്സ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ അതിനെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 7/3 പ്ലസ് എക്സ് റേസ് ടു 4/3 ഡി എക്സ്. ഓരോ ടൈമിനെ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് റേസ് ടു 7ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 8 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. 8 × 3 അങ്ങനെ എഴുതിയേക്കാം ആദ്യം. സോ പ്ലസ് എക്സ് റേസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 × 3. ഓൾറെഡി അവിടെ ഉള്ള 3 ആണ് എഴുതിയേക്കുന്നത്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 1 കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 8/24 പ്ലസ് എക്സ് റേസ് ടു 5/15 അല്ലേ. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാമല്ലോ. എക്സ് റേസ് ടു 8ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 1 ആദ്യം കൊടുക്കണം. അപ്പോൾ 1 റേസ് ടു 8 എന്ന് പറയുന്നത് 1 തന്നെ. 1/24 ദെൻ പ്ലസ് വീണ്ടും എക്സിന് 1 കൊടുക്കുക. 1 റേസ് ടു 5/15 എന്ന് വരും. ദാറ്റ് ഈസ് 1/15. ഇനി 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ടേമും 0 ആയി പോവും. സോ 1/24 പ്ലസ് 1/15 എന്ന് വരും. അതിന് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എൽ സി എടുത്ത് സോൾവ് ചെയ്താൽ 13 ഡിവൈഡഡ് ബൈ 120 13 ഡിവൈഡഡ് ബൈ 120 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഐട്രേറ്റഡ് ഇൻ്റഗ്രൽ വിത്ത് നോൺ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് നമുക്ക് തന്നേക്കുന്ന ഇൻ്റഗ്രൽ വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സ് ആണോ വൈ ആണോ എന്ന് നോക്കുക. അതനുസരിച്ച് വേണം ബാക്കി ഇൻ്റഗ്രേഷൻ പ്രൊസീഡ് ചെയ്യാൻ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് ആണെങ്കിൽ ലിമിറ്റ് വാല്യൂ ഇൻ ടേംസ് ഓഫ് എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൊസീഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടണം. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് ലാസ്റ്റത്തെ ഇൻ്റഗ്രേഷനിൽ വേരിയബിൾസ് വരാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലിമിറ്റ് ഏത് രീതിയിൽ വേണം? എക്സിൻ്റെ ടേംസിലുള്ള ലിമിറ്റ് വാല്യൂ ആയിരിക്കണം ഇവിടെ തരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ് വാല്യൂ എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. അതേസമയം ലിമിറ്റ് വാല്യൂ വൈ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഒരേ മോഡലിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ മോഡലിലേക്ക് കിടക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ എക്സ് ടു റൂട്ട് എക്സ് എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡി എക്സ് ഡി വൈ ഇങ്ങനെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡി എക്സ് ഡി വൈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ഏത് ലിമിറ്റ് ആദ്യം ഏത് വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യണം നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ലിമിറ്റ് നോക്കുക. ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇത് എക്സ് ടു റൂട്ട് എക്സ് എന്നാണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ എക്സ് വാല്യൂസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഏത് വിത്ത് റെസ്പെക്ട് ടു ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കണം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താണ്? ഡി എക്സ് ഡി വൈ എന്നാണ്. അപ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നേക്കുന്നത്. അപ്പോൾ നമുക്കിത് അറിയണം. ഇവിടെ എക്സ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ ചേഞ്ച് ചെയ്ത് അടുത്ത സ്റ്റെപ്പിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡി എക്സ് ഡി വൈ ആണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോകരുത്. അത് പ്രോബ്ലം തെറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി വൈ ഡി എക്സ് എന്നുള്ള ഫോമിലോട്ട് മാറ്റണം. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ എക്സ് ടു റൂട്ട് എക്സ്
എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡി എക്സ് ഡി വൈ എന്നുള്ളത് എന്താവും ഡി വൈ ഡി എക്സ് മാറ്റി എഴുതുക. സോ ഇൻ്റഗ്രൽ എക്സ് ടു റൂട്ട് എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഡി വൈ ഡി എക്സ് എടുത്തതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഇൻ്റഗ്രൽ വാല്യൂ തന്നിരിക്കുന്നത് എക്സ് ടു റൂട്ട് എക്സ് എന്നാണ്. എക്സിൻ്റെയും വൈയുടെയും ഫോമിലാണ് തന്നേക്കുന്നത്, സോറി എക്സിൻ്റെ ഫോമിലാണ് തന്നേക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ വേണം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോണേ. ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ, അങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതിയാൽ എങ്ങനെ വരും? ഇൻ്റഗ്രൽ എക്സ് ടു റൂട്ട് എക്സ് തന്നെ, ദെൻ എക്സ് സ്ക്വയർ വൈ അല്ലേ, എക്സ് വൈ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ ഇൻറ്റു വൈ ദാറ്റ് ഈസ് എക്സ് വൈ സ്ക്വയർ ഡി വൈ ദെൻ ഡി എക്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ 0 to 1. ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. സോ എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, എക്സ് സ്ക്വയർ ഇൻറ്റു വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2. ഓക്കെ, ദെൻ പ്ലസ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എക്സിനെ അങ്ങനെ എഴുതി. ദെൻ വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ വൈ ക്യൂബ് ബൈ 3. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എക്സ് റൂട്ട് എക്സ് ദെൻ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ഇനി വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൂട്ട് എക്സ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് ആയ റൂട്ട് എക്സ് കൊടുക്കുക, ലോവർ ലിമിറ്റ് ആയ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതൊന്ന് സോൾവ് ചെയ്യുക. സോ എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈയുടെ പ്ലേസിലാണ് റൂട്ട് എക്സ് കൊടുക്കേണ്ടത്. സോ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് അല്ലെങ്കിൽ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ, ഇവിടെ വൈ സ്ക്വയർ എന്നാണ്, അതുകൊണ്ട് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ബൈ 3 ഇൻറ്റു വൈ ക്യൂബ് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ റൂട്ട് എക്സ് ഹോൾ ക്യൂബ് ദെൻ മൈനസ് ഓഫ്, അവിടെ ഒരു ബ്രാക്കറ്റ് ഇനി കൊടുക്കണം, കാരണം രണ്ട് ടേം ഉണ്ട്. ലോവർ ലിമിറ്റ് കൊടുക്കാൻ നേരത്ത് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈ സ്ക്വയർ എന്നല്ലേ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ദെൻ പ്ലസ് എക്സ് ബൈ 3 ഇൻറ്റു വൈ ക്യൂബ് ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ദെൻ ഔട്ടർ ബ്രാക്കറ്റ് ഇട്ടു, ദെൻ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. ദെൻ സോൾവ് ചെയ്യുക. റൂട്ട് എക്സ് സ്ക്വയർ എന്താണ്? റൂട്ട് എക്സ് സ്ക്വയർ ഈസ് എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് ബൈ 2 ദെൻ പ്ലസ് റൂട്ട് എക്സ് ക്യൂബ് എന്നാണ് വന്നേക്കുന്നത്. റൂട്ട് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് റൂട്ട് എക്സ് വരും അല്ലേ. ഇവിടെ ഔട്ട് സൈഡിലൊരു എക്സ് ഉണ്ട്, അപ്പം എക്സ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത് എക്സ് സ്ക്വയർ റൂട്ട് എക്സ്, എക്സ് സ്ക്വയർ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 3 ദെൻ മൈനസ് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമാണ്, എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്, എക്സ് റേസ് ടു 4 വരും, എക്സ് റേസ് ടു 4 ബൈ 2 ദെൻ ഇവിടെ ഒരു മൈനസ് ബ്രാക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് ദെൻ എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് അതായത് എക്സ് റേസ് ടു 4 ബൈ 3 ഇത്രയും ഡി എക്സ്. ഓക്കെ, ദെൻ ഇവിടെ എക്സ് ക്യൂ, ഇവിടെ ഈ സ്റ്റെപ്പിൽ തന്നെ വേണേൽ നമുക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സ് എന്നുള്ളതിനെ സോൾവ് ചെയ്ത്, അപ്പോൾ എക്സ് റേസ് ടു 5 ബൈ 2 എന്ന് എഴുതാമല്ലോ. അതായത് ഇവിടെ എക്സ് റേസ് ടു 1 ബൈ 2 വരും, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പോൾ 2 + 1 ബൈ 2 എന്നുള്ള ഫോമിലാവും. അതായത് 2 + 1 ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും 5 ബൈ 2 അല്ലേ. 2 + 1 ബൈ 2 ദാറ്റ് ഈസ് എസ് എടുക്കുമ്പോഴത്തേക്കും 5 ബൈ 2 വരും. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു 5 ബൈ 2 എന്ന് വേണേൽ എഴുതാം. സോ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് ബൈ 2 പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 2 ബൈ 3 ദെൻ മൈനസ് എക്സ് റേസ് ടു 4 ബൈ 2 മൈനസ് എക്സ് റേസ് ടു 4 ബൈ 3 ഡി എക്സ്. ഓക്കെ, ആ സ്റ്റെപ്പിൽ തന്നെ വേണം എഴുതാം. ഇനി ഓരോ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ നമുക്ക് അല്ലേ. ഓരോ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓരോ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ കിട്ടും? ഓരോ ടേമും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 2 അതായത് എക്സ് റേസ് ടു 4 ബൈ 4 ഇൻറ്റു 2, ഓൾറെഡി അവിടെ ഒരു 2 ഉണ്ട്, ദെൻ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 2 ബൈ 3. അപ്പോൾ എക്സ് റേസ് ടു 5 ബൈ 2 ആകുമ്പോൾ എക്സ് റേസ് ടു 5 ബൈ 2 പ്ലസ് 1 ബൈ 5 ബൈ 2 പ്ലസ് 1 ദെൻ ഓൾറെഡി ഒരു 1 ബൈ 3 ഉണ്ട് അവിടെ. ദെൻ മൈനസ് എക്സ് റേസ് ടു 4 ബൈ 2 അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 5 ബൈ 5 ഓൾറെഡി ഉള്ള ഒരു 2 അവിടെ ഉണ്ട്. ദെൻ എക്സ് റേസ് ടു 4 ബൈ 3 എന്നാണ്. എക്സ് റേസ് ടു 4 ബൈ 3യുടെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 5 ബൈ 5 ഇൻറ്റു 3. ഓക്കെ, ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്, ദെൻ ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. എക്സ് റേസ് ടു 4 ബൈ 8 പ്ലസ്
എക്സ് റേസ് ടു 5/2 + 1 ഉള്ളത് എങ്ങനെ വരും? എക്സ് റേസ് ടു 5/2 + 1 സോൾവ് ചെയ്താൽ എന്താ വരിക? 5/2 + 1 = 5 + 2/2 അല്ലേ? 7/2 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 7/2 by 7/2 into 1/3. Then minus x raised to 5/10 minus x raised to 5/15. 0 to 1. Okay. That is equal to x raised to 4/8 plus x raised to 7/2 by 7/2 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ഈ 2 മുകളിലോട്ട് പോകുമല്ലോ. അപ്പോൾ 2/x raised to 7/2 by 7 into 2/3 എന്ന് എഴുതാം അതിനെ. That is x raised to 5/10 and then x raised to 5/15 upper limit lower limit കൊടുക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓരോ വാല്യൂസ്. എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ 1/8 പ്ലസ് 1/ ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. അപ്പോൾ 2/, വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ 2/7 into 3 21. 2/21 then minus 1 കൊടുത്താൽ 1/10 then minus 1/15 then minus എല്ലാ ടേമിലും എക്സിൻ്റെ ടേം ഉണ്ട്, അതുകൊണ്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം 0 ആയി പോകും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 പ്ലസ് 2/21 മൈനസ് 1/10 മൈനസ് 1/15. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 1/168 എന്ന് കിട്ടും. ഓക്കെ.